നമസ്കാരം, ഞാൻ ഡോക്ടർ ശരണ്യ വിജയകുമാർ, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ലോക മെഡിസിറ്റി ഹോസ്പിറ്റൽ കരകുളം ആൻഡ് ഡെയിൽ വ്യൂ കെയർ പോയിൻറ്റ് പുനലാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പോസ്റ്റ്പാർട്ടം എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലെ മാനസിക പ്രശ്നങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു വാക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. പലരും സ്വയം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 6 മാസമായി, എനിക്ക് ആ ബിഗിനിങ് സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ തന്നെയായിരുന്നു ഡോക്ടറെ എന്നൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് അത്ര സിമ്പിളായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അതോ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ പോസ്റ്റ്പാർട്ടമായിട്ടുള്ള സ്ത്രീകളിൽ എന്ന് വെച്ചാൽ പ്രസവശേഷമുള്ള സ്ത്രീകളിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കണ്ടുവരാം. അതിൽ പ്രധാനമായും ഒരു 70% സ്ത്രീകളിലും കണ്ടുവരാവുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മൂഡ് വേരിയേഷൻസ്, അല്ലെങ്കിൽ ഒരു ഇറിറ്റബിലിറ്റി, ഒരു ദേഷ്യ കൂടുതൽ, സങ്കടം വരൽ, പെട്ടെന്ന് കരച്ചിൽ വരിക, ഉറക്കത്തിൽ ചെറിയ ഡിസ്റ്റർബൻസസ്. പക്ഷേ ഇതൊക്കെ ഒരുപാട് അവരുടെ ജീവിതത്തെയോ അവരുടെ കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തെയോ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ല. ഒരു 70% പേർക്കും അത് ചെറിയ രീതിയിലൊക്കെ വന്ന് തനിയെ വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് തന്നെ പലർക്കും അത് മാറിപ്പോവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇത് കുറച്ചുകൂടെ സിവിയറാണ്. ഇപ്പോൾ നമ്മൾ വിഷാദത്തിൻ്റേതെന്ന് പറയുന്ന ലക്ഷണങ്ങളിൽ പലതും വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ഥായി ആയിട്ടുള്ള വിഷാദഭാവം, ഒരു സന്തോഷമില്ലായ്മ, ഒരു കാര്യത്തിലും ഒരു താല്പര്യമില്ലായ്മ, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ ഒന്നും ചെയ്യാനൊരു ഊർജ്ജമില്ല, ഭയങ്കര ലോ എനർജി ലെവൽസ്, എപ്പോഴും ക്ഷീണം തന്നെ. ഈ സിംറ്റംസ് തന്നെ 1-2 ദിവസത്തേക്ക് ഇങ്ങനെ നിൽക്കുകയല്ല, സ്ഥായിയായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു 2-3 ആഴ്ച ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ആ ആൾക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ സീരിയസ്നെസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുപോലെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള കഴിവിലും ഇത് കുറച്ച് കഴിവിനെ ബാധിച്ചേക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ ചുറ്റുമുള്ളവർ ഈ പറഞ്ഞ സിംറ്റംസൊക്കെ കാണിക്കുകയാണെങ്കിൽ അമ്മ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുഞ്ഞുമായിട്ടുള്ള ബോണ്ട് ഓക്കെ ആയി മുന്നോട്ട് പോകാനായിട്ട് ചുറ്റുമുള്ളവരെ സഹായിക്കണം. വേറൊരു സ്റ്റേജ് പറയുകയാണെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ സൈക്കോട്ടിക് സിംറ്റംസ് അല്ലെങ്കിൽ സിവിയർ അജിറ്റേഷൻ. സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഡില്യൂഷൻസ്, ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞാൽ ചെവിയിൽ സംസാരങ്ങൾ കേൾക്കുക, സംശയങ്ങൾ വരിക, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോവുകയാണെന്ന് തോന്നുക, അങ്ങനത്തെ പല തോന്നലുകളും വളരെ സിവിയർ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിൽ, അതുപോലെ വളരെ അജിറ്റേറ്റഡ് ആവാൻ പറ്റുന്ന കണ്ടീഷൻസിലൊക്കെ പ്രകടമാവുകയാണെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ആയേക്കാം. ഈ പറഞ്ഞ കണ്ടീഷനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അത്യാവശ്യമുണ്ട്. മരുന്നുകൾ കഴിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഈ കാര്യങ്ങൾ, ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഒക്കെ ഏതൊരു സ്ത്രീയിലും പ്രകടമാവാം, പ്രസവശേഷമുള്ള ഏതൊരു സ്ത്രീയിലും പ്രകടമാവാം. ഇതിൻ്റെ പ്രൈമറി കോസ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹോർമോൺസിലെ വ്യതിയാനമാണ്. ആ പ്രഗ്നൻസി പീരീഡും ഇമ്മീഡിയറ്റ് പോസ്റ്റ്പാർട്ടം പീരീഡും ഉള്ള പല ഹോർമോണൽ വേരിയേഷൻസും നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു, നമ്മുടെ ബ്രെയിനിനെ, തലച്ചോറിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഫാമിലി ഹിസ്റ്ററി, എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഈ രോഗിക്ക് തന്നെ എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ട്, ഡോക്ടറിനെ കണ്ട് ചികിത്സ എടുക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള ചാൻസസ്, ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി, മരുന്നുകൾ കഴിച്ചിട്ടുള്ള ഹിസ്റ്ററിയോ ഇങ്ങനെ എന്തെങ്കിലും ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ളവർ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും സ്ട്രെസ് ലെവൽസ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മരുന്ന് മതിയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡോസ് കൂട്ടണോ അല്ലെങ്കിൽ മരുന്ന് മാറ്റണോ എന്നൊക്കെ ക്ലിയർ ആയിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി മുന്നോട്ട് പോകും. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് സംസാരിച്ച്, വേണമെങ്കിൽ കൗൺസിലിംഗ്, സൈക്കോതെറപ്പി, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുത്ത് സൈക്കോതെറപ്പി ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം.